നമസ്കാരം. സിദ്ധരാമയ്യയ്ക്ക് പുറമെ ഭരണം കയ്യിൽ നിന്ന് പോകാൻ കർണാടകയിൽ ഇനി അധിക നാളില്ലെന്ന് മനസ്സിലാവുകയാണ്. കർണാടകയിൽ അസാധാരണ നീക്കങ്ങൾ നടക്കുന്നു. വർഷങ്ങളായി പോരാട്ടം നടത്തിയിട്ടും ശിവകുമാറിന്റെ അഴിമതി കോടതി ഇപ്പോൾ ശരിവെക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ DK ശിവകുമാറിനെതിരെ കേസ് തള്ളി സുപ്രീം കോടതി രംഗത്ത് വരുമ്പോൾ കേസിൽ ശിവകുമാറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ക്ഷമിക്കണം, തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ശിവകുമാറിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. ഇതോടെ കടുത്ത പ്രതിസന്ധിയാണ് കർണാടക കോൺഗ്രസിലും ഭരണത്തിലുമൊക്കെ ഉണ്ടാകുന്നത്. ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നതോടെ കർണാടകയും BJPയുടെ കയ്യിലേക്ക് ഉയർത്താനുള്ള സാഹചര്യം കൂടുകയാണ്. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുന്ന കർണാടക കോൺഗ്രസിലെ അതികായനാണ് DK ശിവകുമാർ. കേന്ദ്ര തലത്തിൽ കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നതിൽ DK ശിവകുമാർ മുൻപന്തിയിൽ തന്നെയാണ്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട CBI രജിസ്റ്റർ ചെയ്ത റദ്ദാക്കണമെന്ന DKയുടെ ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ക്ഷമിക്കണം, തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. ഇത് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നും ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യമാണുള്ളത്. കർഷകർ നൽകിയ നിവേദനങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ സിദ്ധരാമയ്യയെ ജനങ്ങൾ തടഞ്ഞുവെച്ച സാഹചര്യം വരെ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ തിരിമറികൾ നടത്തിയതും കർണാടക മുഖ്യമന്ത്രിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ശിവകുമാറും കുരുങ്ങുമ്പോൾ ഭരണസ്തംഭനം കർണാടകയിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാം. 2020 സെപ്റ്റംബർ 3 CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ DK ശിവകുമാർ വർഷങ്ങളായി നിയമ പോരാട്ടത്തിലാണ്. 2021 ഹൈക്കോടതിയിൽ CBI കേസ് ചോദ്യം ചെയ്തെങ്കിലും ശിവകുമാറിന് തിരിച്ചടിയേറ്റിരുന്നു. CBI കേസ് റദ്ദാക്കണമെന്ന ശിവകുമാറിന്റെ ഹർജി 2023 ഒക്ടോബർ 19 കർണാടക ഹൈക്കോടതിയും തള്ളി. ഈ ഉത്തരവിനെതിരെയാണ് DK ശിവകുമാർ ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയത്. 2013 2018 ഇടയിൽ DK ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് CBI രജിസ്റ്റർ ചെയ്ത കേസ്. ഈ കാലയളവിലെല്ലാം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായിരുന്നു DK. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അധികാര ദുർവിനിയോഗത്തിലൂടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതാണ് DKക്കെതിരായ പ്രധാന ആരോപണം. കേസിൽ ശിവകുമാറിന് തിഹാർ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് പുറത്തിറങ്ങിയാണ് കർണാടക തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിച്ച ഉപമുഖ്യമന്ത്രിയായതും. കേരളത്തിൽ തനിക്കെതിരെ മൃഗബലി നടത്തിയെന്നതടക്കമുള്ള കഴമ്പില്ലാത്ത ആരോപണങ്ങൾ നേരത്തെ ശിവകുമാർ പറഞ്ഞിരുന്നു. മന്ത്രിപദവിയെ ചൊല്ലിയുള്ള അടിയും കർണാടക കോൺഗ്രസിനെ വലിയ രീതിയിൽ ഇളക്കം വെച്ചിരുന്നു. അഴിമതിയും അടികളുമായി കർണാടക കോൺഗ്രസ് കലങ്ങി മറിഞ്ഞ സ്ഥിതിയാണുള്ളത്. ഇപ്പോഴത്തെ CBI കേസിൽ ശിവകുമാറിനെതിരെ സുപ്രീം കോടതി രംഗത്ത് വരുമ്പോൾ ഇനി BJPയുടെ ഊഴമാണെന്ന് വ്യക്തം. വീണ്ടും ശിവകുമാർ തിഹാർ ജയിലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് കർണാടകയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്.